സിറാത്തല്ലതിനെ അന്നംതലീം അർത്ഥം വെക്കി. സിറാത്തല്ലതിനെ അന്നംതലീം അള്ളാഹു നിഅമത്ത് ചെയ്ത് ആരാ? അള്ളാഹു നിഅമത്ത് ചെയ്തവർ. അള്ളാഹു നിഅമത്ത് ചെയ്താരാ? അള്ളാഹു നിഅമത്ത് ചെയ്താരാ? ഒന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിം. എന്താ കണ്ണിയത്തിന് പ്രത്യേകത? പറയ്. എന്താ കണ്ണിയത്തിന് പ്രത്യേകത? പറയ്. നഫ്സ് എന്തിരിക്കാൻ പഠിച്ചു. എട്ടണക്ക് മീൻ വാങ്ങി വായക്കാട് അങ്ങാടിയിൽ നിന്ന് പരിച്ച് നോക്കുമ്പോൾ 2 മീൻ ഏറെയാണ്. അപ്പോൾ ആ മീൻ അങ്ങനെ തന്നെ കൊണ്ടുവന്നു. ആ പൊതി അങ്ങനെ തന്നെ കൊണ്ടുവന്നു. ഇത് പറഞ്ഞാൽ 2 ഏറണ്ട് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഏറട്ടതാണ് എന്നു പറയണ്ടേ? ഞാൻ പേച്ചനല്ല വിചാരിച്ച്. പിന്നെ അവിടെ ആ മീൻ പൊതി തന്നെ കൊണ്ടുവരാൻ കാരണം എന്താ? അതിന് കാരണം എന്താ അറിയോ? അതിന് നമ്മൾ 2 മീൻ കൊണ്ടുവന്നാൽ പോരാ. ഓനെടുക്കണം. ഓന് ഓട്ടത് ഏറിട്ട് ഓടുക്കണം. മനസ്സിലായി പറഞ്ഞത്? ഞാൻ അപ്പോൾ 2 മീൻ ഉസ്താദായതുകൊണ്ട് ഏറട്ടതാണ് ആര്? ഈ ചങ്ങായി. എട്ടണക്ക് മീൻ എത്രയാണ്? മീൻ 25. ആ കാലത്തൊക്കെ അങ്ങനെയാണ്. മീൻ എണ്ണിയാൽ വാങ്ങുക, തൂക്കല്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മീൻ എണ്ണി വാങ്ങല, തൂക്കല്ല. എത്ര? എട്ടണക്ക് മീൻ 25. ഓർമ്മയില്ല ആ കാലത്ത്, ചെറിയ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പരിയിലെത്തിയപ്പോൾ 27 മീൻ, 2 മീൻ ഏറുണ്ട്. അപ്പോൾ ആ മീൻ പുതിയ എന്നാണ് ഓടുന്നത്. അജിബ് പറഞ്ഞതിനേക്കാൾ ഏറണ്ടല്ലോ ഓർമ്മ. അത് ഞാൻ ഏറട്ടാണോ എന്നു പറയണമെന്ന് പറഞ്ഞു. നജിനോട് പറയണം. ഇല്ലെങ്കിൽ ഞാനെന്താ വിചാരിക്കുക? നമുക്ക് വെച്ചാണ് എനിക്കത് ഹലാലാവില്ല. അപ്പോൾ എന്തിനു പഠിച്ചു? എന്തിനു പഠിച്ചു? പറയേ. അപ്പം നമുക്ക് അവിടെ എന്ത് പറയാലോ? പെണ്ണുങ്ങൾ പറഞ്ഞത് 27 ഉണ്ടല്ലോ. ചിലപ്പോൾ തന്നെ നമ്മളെ പറ്റിച്ചേക്കാരം. ചിലപ്പം മറ്റോടത്ത് പോയാൽ 8 കണക്ക് 30 മീനുണ്ടാവും. അപ്പോൾ നമ്മളെ പറ്റിച്ചേക്കാരം. നമുക്കിപ്പോൾ ഇതിൽ മീൻ 3 എണ്ണം കുറവേക്കാരം. നന്നാക്കി അടുപ്പത്തിടാൻ നോക്കാൻ പറഞ്ഞോളെ. അങ്ങനെ പറഞ്ഞോളെ. അത് പറഞ്ഞില്ല. എന്തുകൊണ്ട്? നഫ്സിനെ അതന്നെ കണ്ണിയത്ത്. അല്ലാതെ ഇപ്പോൾ ആരും ഓതിൻ്റെ മേലത്തെ കിതാബ് കണ്ണിയത്തിനായിട്ടൊരു കിതാബ് അത് ഇറക്കിയിട്ടില്ല. കണ്ണിയത്ത് എന്ത് പഠിച്ചു? വേറെ കുട്ടി നഫ്സിനെ എന്തിരിക്കാൻ പഠിച്ചു. അപ്പോൾ കണ്ണിയത്തായി. സ്വഹാബത്ത് റസൂലിനെ പഠിച്ചു, നഫ്സിനെ എന്തിരിക്കാൻ പഠിച്ചു. ഖുർആൻ പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്. നഫ്സിനെ എന്തിരിക്കാൻ എല്ലാവരും പഠിച്ചു. ആ സ്വഹാബിക്കാൻ വെച്ചു. എൻ്റെ സ്വഹാബികൾ നക്ഷത്രങ്ങൾ പോലെയാണ്. അതന്നെ. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അത്രയും പറയാം. ദീൻ എന്നാൽ നഫ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കലാണ്. എന്ത് ദീൻ? നിയന്ത്രണം ഒരു നാട്ടിലില്ലെങ്കിൽ അവിടെ പള്ളി ഉണ്ടായിട്ടും മദ്രസ ഉണ്ടായിട്ടും കാര്യമല്ല, അവിടെ ദീൻ ഉണ്ടാവില്ല. അവിടെ ദീൻ അകന്നകന്ന് പെട്ടെന്ന് പിന്നെ ദീൻ നഷ്ടപ്പെട്ടു പോകും. ഇനി അവിടെ ലിബറലിസ്റ്റുകൾ ഉണ്ടാവും. എന്താ ലിബറലിസം? ലിബറലിസം സ്വാതന്ത്ര്യബോധം, സ്വതന്ത്രവാദം. അതാ ലിബറലിസം. എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും. ഇന്നിപ്പോൾ പെൺകുട്ടി മുഴുവൻ മലബാറിൽ വലിയൊരു ശതമാനം പെൺകുട്ടികളൊക്കെ പറഞ്ഞ വാക്കാണ് എന്ത്? എൻ്റെ കാര്യം. പിന്നെ ആൺകുട്ടികളെ ഭാവങ്ങൾ. ആ സത്യമല്ലേ ഞാനീ പറഞ്ഞത്? എന്താ കാരണം? കാരണം യൂറോപ്യൻ വിദ്യാഭ്യാസം അതാണ്. യൂറോപ്യന്മാരെ അവർ വായിക്കണത് അതാണ്. യൂറോപ്യന്മാരെ അവരെ കാര്യം നമ്മളെന്താ കുട്ടികളാ? നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ നമ്മളോട് നിയന്ത്രിച്ച് പറയാൻ? ഞങ്ങളിപ്പോൾ കുട്ടികളാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ കൽബോണ്ട് വിട്ടാളോ. മോളെ തടിമ കയറ്റണ്ട. നിനക്കൊന്നും ചെയ്യാനും കഴിയൂല. മോളെ എൻ്റെ തടിനുള്ളിൽ കയറ്റണ്ട. തടിമ ഞാൻ താഴത്ത് കറക്കി വെച്ചോളാം. കുട്ടിയെ കാലത്ത് വളർത്തി. ഇപ്പോൾ ഓളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുമോ? പുറത്തേക്ക് ഇടാൻ പറ്റൂല. ഞാൻ ഉള്ളിലോള് പറ്റൂല. തിന്നാൻ കൊടുത്തോ, പക്ഷെ ഉള്ളിൽ വേണ്ട, കൽബിൽ വേണ്ട. ഓക്ക് പറ്റി ഒരുത്തനെ ഓള് കൊണ്ടുവരാണെങ്കിൽ ഞാൻ അലാക്കി കൊടുത്തോ. അല്ലാതെ ഇജ്ജ് പറഞ്ഞാൽ ഓള് കേൾക്കൂല. രാഷ്ട്രീയം നമുക്ക് എന്തുണ്ടല്ലോ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ 4 ആഴ്ച കഴിഞ്ഞാൽ അത് ശരിയായില്ല, ഓള് ഇങ്ങോട്ടന്നെ പോരും. അപ്പം ഇനി വേറെ ഒരുത്തനെ അലാലാക്കി കൊടുത്തു. അതിന് 3-4 അലാലാക്കി കൊടുത്താൽ പിന്നെ ഓള് കൊണ്ട് വരില്ല. പിന്നെ ഓല അലാലായോ ആറാമായോ നമുക്കറിയില്ല. അതാണ് ഇനി മലബാറിൽ ലിബറലിസം കൂടി. ഇനി കല്യാണം ഉണ്ടാവില്ല. കല്യാണത്തിനൊക്കെ പോകാൻ പൂതിയുള്ള ഒരു വേഗം ഒരു 3-4 കൊല്ലം കൊണ്ട് വേഗം പോയി തീർത്തോളി. ഇനി എന്തുണ്ടാവില്ല. കല്യാണത്തിനെ പിടിക്കും. ഒരു കല്യാണത്തിന് ആരെങ്കിലും വിളിച്ചെങ്കിൽ മതി എന്ന് പഠിച്ചോനെ എന്നുള്ള പൂതിയാവും. ഒരു 5-6-5-8 കൊല്ലം കഴിഞ്ഞാൽ മലബാറിൽ കല്യാണം തന്നെ ഉണ്ടാവില്ല. കല്യാണമേ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? പെണ്ണുങ്ങൾ സ്വയം പര്യാപ്തരാണ്. എത്ര പെണ്ണുങ്ങളെ തലാക്ക് ചോദിച്ചു വാങ്ങണം. തലാക്കണമെന്നാണ്. പൈസ കൊടുത്ത് തലാക്കുക. ഭർത്താവിന് പൈസ കൊടുക്കും, തലാക്കുക. ഒന്നും ഉണ്ടായിട്ടില്ല. ഒപ്പര് ശരിയില്ല. എൻ്റെ അടുത്ത് ആണുങ്ങളൊക്കെ ശരിയുണ്ടെന്നല്ല. പണ്ടത്തെ കാലത്ത് ഈ ശരിയില്ലാത്ത ആണുങ്ങൾ, ഇപ്പോൾ അള്ളാഹു ഈ ശരിയില്ലാത്ത ആണുങ്ങളെ മാത്രം പഠിച്ച് പണ്ടൊക്കെ ശരിയുള്ള ആണുങ്ങളെ. ശരിയില്ലാത്ത ആളുകൾ പണ്ടുണ്ട്. അപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കാണം കൂടി ആമോശാക്കവനെ 2 കൊടുത്ത്
അളിയന്മാർ കൊടുത്ത് അടിച്ച് പോനെ ശരിയാക്കി, പിന്നെ വക്കണം കൂടി അതും ഇതൊക്കെ പറഞ്ഞ് ലെവലാക്കി, പിന്നെ ഒരു ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി. ആദ്യം തല്ലും കൊടുത്ത് പിന്നെ ചോറും കൊടുത്ത് പിന്നെ എല്ലാവർക്കും മദ്യം പറഞ്ഞേക്കും. അങ്ങനെയൊക്കെയാണ് ആണുങ്ങൾ നന്നാക്കൽ. എല്ലാ കാലത്തുണ്ടാവും പേടുകളൊക്കെ. അതായത് പെണ്ണുങ്ങൾ നിക്കായിന് ഒരു പെണ്ണ് ഭർത്താവിൽ നിന്ന് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ അവളുടെ മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അയ്യുമംറഅത്തിൻ, ഏത് പെണ്ണും, മോലിയനെ മാളായിട്ടും വേണ്ടില്ല, തങ്ങളെ മാളായിട്ടും വേണ്ടില്ല, അയ്യുമംറഅത്തിൻ, ഏതൊരു പെണ്ണും ത്വലബത്ത്, അവൾ ആവശ്യപ്പെട്ടു, മിൻ സൗജിഹാ, അവളുടെ ഭർത്താവിൽ നിന്ന് അത്വലാഖ, ത്വലാഖിനെ പെണ്ണ് ആവശ്യപ്പെട്ടാൽ ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, അവളെ മേൽ എന്തുണ്ടായിരിക്കും? ലഅനത്തുല്ലാഹി അലൈഹി നമ്മൾ പറയണ്ട, അള്ളാഹനെ ലഅനത്താക്കി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറയണം എന്ത്, അബൂജാലിന്റെ മേലെ അള്ളാഹനെ ലഅനത്ത് ഉണ്ടാട്ടെ. അള്ളാഹനെ ലഅനത്ത് കൊടുത്താൽ പിന്നെ ഇനി ഒരാൾ ലഅനത്തുല്ലാഹി അലൈഹി അറിയണോ? എന്താ നിങ്ങൾ ഉറങ്ങണത്? മനസ്സിലായില്ല. ഇനി ഒരാൾ ഓളെപ്പറ്റി കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി അറിയണ്ട. റസൂൽ പറയാണ് എന്ത് ഓളമേൽ എന്തായി കഴിഞ്ഞു, അള്ളാഹുവിന്റെ ലഅനത്ത് ആയിക്കഴിഞ്ഞു, അള്ളാഹിന്റെ ശാപോള മേലായി. എന്തേ ഓൾ ചെയ്തിട്ടുള്ളൂ? ഭർത്താവിന് തലാഖ് ആവശ്യപ്പെടുക. എന്നാ അങ്ങനത്തെ ഒരു ഘട്ടം വന്ന അതൊക്കെ ലാസ്റ്റ് ഘട്ടമാണ്. അതിനൊക്കെ ആളുകൾ തീരുമാനം ഉണ്ടാക്കണം. തലാഖ് ഉണ്ടാവില്ല, ഉണ്ടാവും. അതൊക്കെ ലാസ്റ്റ് തീരുമാനമാണ്. പെണ്ണിന് തോന്നുക എനിക്ക് മൂപ്പനെ വേണ്ട. ചിന്തിക്ക്. പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ തന്നെ ഭർത്താക്കന്മാർ ആണുങ്ങളെ കൂടെ കഴിഞ്ഞ കല്യാണം മതി എന്ന് പറയുന്ന പെണ്ണുങ്ങളെ പറ്റി ഞാൻ ഈ അടുത്ത ദിവസം കേട്ടു. എന്നോട് ഒരാൾ പറഞ്ഞു ലിവിങ് ടുഗദർ കഴിഞ്ഞിട്ട് മതി കല്യാണം. എന്താ സൈസ് നമുക്കൊന്നും തിരിയണമല്ലോ. അപ്പോൾ ലിവിങ് ടുഗദർ നടത്തുക, അപ്പോൾ ഒരുത്തൻ്റെ കൂടെ ഒരു 6 മാസമൊക്കെ പാർക്കുക, ഒരു കൊല്ലത്തിലൊക്കെ പാർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിക്കുക. ആര് ദീനുള്ള കുടുംബത്തിലെ പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞ സംഭവം എന്നോടൊരാൾ പറഞ്ഞു, ദീനുള്ള കുടുംബത്തിൽ നിന്ന്. അപ്പം നീ മറ്റേ അവസ്ഥ എന്താ? അപ്പം ലിബറലിസം വന്നാൽ ദീൻ നഷ്ടപ്പെടും. ലിബറലിസം എപ്പോഴാണ് വരിക? യൂറോപ്യൻ വിദ്യാഭ്യാസം വന്നാൽ വരും. ഇപ്പം യൂറോപ്യൻ വിദ്യാഭ്യാസം നമ്മൾ നിർബന്ധമാക്കി, അന്ത നമുക്കുണ്ടായില്ല. നമ്മൾ അബദ്ധം ചെയ്തു, വലിയ അബദ്ധം. 1970കളിലെ മുദ്രാവാക്യങ്ങൾ പലതും തെറ്റാണ് എന്ന് 2020കളിൽ മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പഴയ കാലത്തെ പോക്ക് പോകുകയാണെങ്കിൽ ഒരിക്കലും വിഷമുണ്ടാവില്ല. അങ്ങനെ പോകാം. അവിടുന്ന് തെറ്റിപ്പോയതാണ് പ്രശ്നം. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നിയന്ത്രണമാണ് ദീന്. ഇന്ന് മലബാറിൽ ദീനില്ല എന്നതിനാണ്. മലബാറിൽ സദഖ ഉണ്ട്, മലബാറിൽ പള്ളിയുണ്ട്, മലബാറിൽ മദ്രസ ഉണ്ട്, മലബാറിൽ പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, സദഖ ഉണ്ട്, ദീനില്ല. ദീനെന്നാൽ എന്താ? നിയന്ത്രണം ആർക്കും ഇല്ല. ഞാൻ അവസാനിപ്പിക്കാണ്, ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ചിന്തിച്ചോളി. മലബാർ ദീനില്ല. ദീനെന്നാൽ എന്താ? ദീൻ നിയന്ത്രണമാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ ആ വ്യക്തി പുറത്താക്കപ്പെടും. എത്ര സുജൂദ് വാങ്ങിയ വ്യക്തിയാണെങ്കിലും വേണ്ടില്ല, നിയന്ത്രണമാണ്. ഫലാ തഖ്റബാ ഹാദിഹി ഷജറ, അത് റബ്ബിന്റെ നിയന്ത്രണം. അപ്പോൾ അവരെന്ത് ചെയ്തു? അപ്പോൾ ആ പഴത്തിലേക്ക് അവരെടുത്തു. അള്ളാഹുവിന്റെ നിയന്ത്രണം അത് വേണ്ട. അപ്പോൾ ആ നിയന്ത്രണം അവർക്ക് നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ തഖ്ദീറാണ് ഭൂമിയിലെത്തി. അപ്പോൾ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് മനുഷ്യൻ ഭൂമിയിലെത്തിയത്. മനുഷ്യൻ സ്വർഗത്തിൽ പറക്കേണ്ടവനാണ്. ഇനി നിയന്ത്രണം ഉള്ളവർ സ്വർഗത്തിലെത്തും. നിയന്ത്രണം ഉള്ളവർക്ക് വലത്തെ കയ്യിൽ കിതാബ് കിട്ടും. നിയന്ത്രണം ഇല്ലാത്തവർക്കോ? ആരാ നിയന്ത്രണം ഇല്ലാത്തവര്? മുത്തനഈമീങ്ങൾ. അവരാരാ? മുത്തനഈമീന ബിഅൻവാഇ നിഅമി മിനൽ മആകിലി വൽ മശാരിബി വൽ മസാകിനി ത്വയ്യിബതി വൽ മഖാമാതിൽ കരീമ മിൻ നിഅമിദ് ദുനിയ ബിഅൻവാഇ നിഅമിദ് ദുനിയ. വിവിധങ്ങളായ ദുനിയാവിലെ നിയമത്തുകൾ. മആകിലി പറയുകയാണെങ്കിൽ ഇതൊക്കെ ഹലാലുമാണ്. ഒരു കള്ളുടിച്ചു എന്നല്ലോ. മിൻ അൻവാഇ നിഅമി മിനൽ മആകിലി, കണ്ടൊക്കെ തിന്നുക. വൽ മശാരിബി, കണ്ടൊക്കെ കുടിക്കുക. ഇതൊക്കെ സാധനങ്ങളെപ്പോലെ ഇറങ്ങണത്. ഒരു സാധനം ഇറങ്ങിയാൽ 2 ആഴ്ച 4 ആഴ്ച പിന്നെ വേറെ സാധനം ഇറങ്ങും. ഇതിനിടയിൽ ഒരു ബെന്ന് ഇറങ്ങി. നമ്മൾ ഇങ്ങനെ പോയി കുളിമാട അങ്ങാടിയിൽ ഒരു ചായക്ക് എന്താന്ന് നമ്മളിവിടെ നിർത്തിയപ്പോൾ അസറിന് ശേഷം
2 മുസ്ലിം പെണ്ണുങ്ങൾ അവിടെ ബെന്നിൽ എന്തോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും പറയാൻ കുട്ടിയെ, എന്താണ് മസ്കബൻ, ഇറാനി ചായ, അതന്നെ ഓരോന്നും ഉണ്ടാക്കാണ്. ഇനി വേറെ എന്താവും ഇപ്പം മസ്കഞ്ഞി പുസ്കയും അതാ ഇവിടെ കൂളിമാട് അങ്ങാടിയിൽ. ഞാൻ ഓരോ കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. പക്ഷെ ഇതൊക്കെ മിനൽ മാക്കിലി, പലതരം മാക്കിലുണ്ട്. കുടി തീറ്റ സാധനങ്ങൾ പുറത്തിയാടുക, അതിനൊരു പേരും ഇടുക, ഓരോ സൈസ് പേരുണ്ട്. ഇപ്പം ഐസ്ക്രീമിന് പണ്ട് കാലത്തെ ഐസ്ക്രീം, ഇപ്പം അങ്ങനെയല്ലല്ലോ, വേറെ എന്തൊക്കെയോ പേരില്ല. ഏതൊക്കെയോ പേരുണ്ട്. കാണുന്ന ഇപ്പൊ കൊടുവള്ളിയിൽ നിന്ന് ഒരാൾ 2 മാസം മുമ്പ് എന്നോട് പറയാം, അത്ര പോകുന്ന സ്ഥലത്ത് നിന്ന് 15 ലക്ഷം റുപ്യ കച്ചവടം നടക്കും ഒരു ദിവസം. എന്താ അവിടെ ഒരു സാധനം വരുന്നുണ്ട്, അവൻ വരാൻ വേണ്ടി എവിടുന്നോ ആളുകൾ വരും. എന്തായാലും പേര്, ഇതൊരു പേരുണ്ട്, അങ്ങനത്തെ ഒരു സാധനം, ഒരു ഐസിലൊക്കെ ഉള്ളൊരു സാധനമല്ലേ ഇപ്പൊ അടുത്ത കാലത്ത് വന്ന്. അതെ 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 അതന്നെ അതെ അതന്നെ അതന്നെ പുതിയ പുതിയ സാധനങ്ങൾ. അതെ 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 ബുഖാരി, ചോറ് ബുഖാരി, മറ്റേ ഇനി തുർമതി, ഞാൻ ബോധാബോധൊക്കെ അങ്ങനെയൊക്കെ മിനൽ മആക്കിലി വൽ മശാരിബി, മിനൽ മആക്കിലി വൽ മശാരിബി, പലതരം ഭക്ഷണങ്ങൾ, പലതരം പാനീയങ്ങൾ. ഒരു കള്ളുടിച്ചെന്നല്ല, ഇതെല്ലാം സ്വയം സ്വയം അതൊക്കെ ഹലാലുമാണ്. പക്ഷേ ഇവര് മുത്തനഅമികളാണ്, എന്തും ആസ്വദിക്കും. മനസ്സിലാണല്ലോ. മിമ്പറിന്റെ മേലെ ഇപ്പൊ കുശനിടൽ ഹറാമല്ലല്ലോ, വൽ മഖാമാത്തിൽ കരീമ, അത് ഹറാമൊന്നും അല്ലല്ലോ. അപ്പൊ നമുക്ക് മതിയാകണില്ല, ഒന്നും നമുക്ക് മതിയാകണില്ല. അറ്റാച്ച്ഡ് ബാത്റൂം, ഇനിയിപ്പോൾ അറ്റാച്ച്ഡ് കട്ടിൽ വരും. എന്ത് നീ കട്ടിലിന് തന്നെ ഒരു സൈഡിൽ എന്തുണ്ടാവും, ടോയ്ലറ്റ് ഉണ്ടാവും. കട്ടിൽ നിന്ന് എണീറ്റ് പോണ്ട, കട്ടിലിൽ നിന്ന് എണീറ്റ് ഒന്നുകൊണ്ട് എന്തായി ബാക്കിൽ നിന്നൊക്കെ വസ്ത്രം എന്നാണ് പൊന്തിച്ചു കൊടുത്താൽ അങ്ങനെയാണ് പോയിക്കോളും. അതെ 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 പല സൈസ് കട്ടിലുകൾ, സെറ്റ് ചെയ്ത കട്ടിലുകൾ, എന്തൊക്കെ പറയാൻ പറ്റൂല. ഓരോന്നിനും എന്തിനും 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 അൻവാഅമിന നിഅമ തന്നെ. അപ്പൊ അവര് സ്വർഗത്തിൽ അവർ വിചാരിച്ചതൊക്കെ നടക്കണ സ്ഥലം ഏതാ? സ്വർഗം. അത് ദുനിയാവിൽ തന്നെയാണെങ്കിൽ അവര് എവിടേക്ക് വേണ്ടി വരും? എന്നെ നേരെ എതിരുകൊണ്ടാണ് അവർ പരലോകത്ത് കിട്ടുക. വലക്കും ഫിയാ മാ തശ്തഹി അൻഫുസുക്കും. തിരിഞ്ഞില്ല. സ്വർഗത്തെ പറഞ്ഞു കൊടുത്ത ആയത്ത് എങ്ങനെ? എവിടെ മോനെ ആയത്ത്? പുസ്തകത്തിൽ ആയത്തെടുക്കുക. വലക്കും ഫിയാ മാ തശ്തഹി അൻഫുസുക്കും. പുസ്തകത്തിൽ ആയത്തെടുക്കുക. വലക്കും ഫിയാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫിയാ മാ തദ്ദഊൻ. അല്ലേ? വലക്കും ഫിയാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫിയാ പുസ്തകത്തിൽ വലക്കും നിങ്ങൾക്ക് കിട്ടും ഫിയാ സ്വർഗത്തിൽ മാ തശ്തഹി അൻഫുസുക്കും. നിങ്ങളെ നഫ്സ് വിചാരിക്കുന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. വിചാരിക്കുന്നൊക്കെ കിട്ടുന്ന സ്ഥലം ഏതാ? പറയും മനുഷ്യന്മാര്, വിചാരിക്കുന്നൊക്കെ കിട്ടുന്ന സ്ഥലം ഏതാ? സ്വർഗം. അപ്പൊ ദുനിയാവിൽ വിചാരിക്കുന്നൊക്കെ കിട്ടുകയാണെങ്കിൽ അതിന്റെ നേരെ എതിരുകൊണ്ടായിരിക്കും പരലോകത്ത് കിട്ടുക. അവരാഗ്രഹിച്ച് അവർക്ക് കിട്ടൂല. അവർ തീയും കാറ്റും പുകയും കിട്ടേണ്ടി വരും, തീക്കാറ്റും വിഷക്കാറ്റും കിട്ടേണ്ടി വരും. വലക്കും നിങ്ങൾക്ക് കിട്ടും ഫിഹാ സ്വർഗത്തിൽ മാ തശ്തഹി അൻഫുസുക്കും. നിങ്ങളെ നഫ്സ് കൊതിക്കുന്നതെല്ലാം തിന്നാന്ന് വെച്ച് തിന്ന. എന്തെന്നാ ഒരു ഓല് ഉണ്ടെങ്കിൽ ഓലെന്ത് പറയും? ഇത്ര രസം ഉണ്ടായിട്ടില്ല. ഞാൻ ആ സ്കോട്ട്ലൻഡിൽ നിന്ന് ഈ സാധനം തിന്നിട്ടുണ്ട്, പക്ഷേ ഈ രസമല്ല. സ്വർഗത്തിൽ ഭയങ്കര രസം. ഒലക്കും നിങ്ങൾക്ക് കിട്ടും ഫിഹാ സ്വർഗത്തിൽ മാ തശ്തഹി അൻഫുസുക്കും. അപ്പം നമ്മുടെ നഫ്സ് കൊതിക്കുന്നതെല്ലാം കിട്ടുന്ന സ്ഥലം ഏതാ? സ്വർഗം. ദുന്യാവ് തന്നെ അങ്ങനെ ആകുകയാണെങ്കിൽ ദുന്യാവ് സ്വർഗമായി. അപ്പം പരലോകം എന്താവും? പിന്നെ അവരെ ശിക്ഷിക്കപ്പെടും. പിന്നെ എന്നെ നേരെ എതിരുകൊണ്ട് ശിക്ഷിക്കപ്പെടും. ഇവിടെ പ്രയാസമാണെങ്കിൽ അവിടെ സന്തോഷം, ഇവിടെ സന്തോഷമാണെങ്കിൽ അവിടെ ദുഃഖം. ഇവിടെ എല്ലാം കിട്ടുമെങ്കിൽ അവിടെ ഒന്നും കിട്ടൂല. ഇവിടെ നിയന്ത്രിച്ചാൽ അവിടെ നിയന്ത്രിക്കൂല. ഇവിടെ നിയന്ത്രണം ഉണ്ടെങ്കിൽ അവിടെ നിയന്ത്രണമില്ല.
ഇവിടെ നിയന്ത്രണം ഇല്ലെങ്കിൽ അവിടെ നിയന്ത്രണം ഉണ്ടാവും. ഇൻ ഖാഫനി ഫി ദുനിയാ മിൻ തുഫിൽ ആഖിറ വഇൻ അമിനനി ഫി ദുനിയാ ഖഫ്തു ഫിൽ ആഖിറ. ദുനിയാവിൽ എന്നെ പേടിച്ചാൽ ആഖിറത്തിൽ നിർഭയനാക്കും. ദുനിയാവിൽ എന്നെ പറ്റി ഒന്ന് നിർഭയനാണ്, എന്നെ അവന് പേടിയല്ലെങ്കിലോ ഖഫ്തു ഫിൽ ആഖിറ, എൻ്റെ അടുക്കൽ കിട്ടിയാൽ ഞാൻ അവനെ പേടിപ്പിക്കും. ഒരു സ്ഥലത്ത് ഖൗഫ്, ഒരു സ്ഥലത്ത് അമിന്. അതിന് മുഖ്താറാണ് അബിദ് തിരഞ്ഞെടുക്കുക എവിടെ വേണം. അബിദ് മുഖ്താറാണ്. ഒരു സ്ഥലത്ത് അമ്നാണെങ്കിൽ രണ്ട് സ്ഥലത്തും അമ്നും ഉണ്ടാവില്ല, രണ്ട് സ്ഥലത്ത് ഖൗഫും ഉണ്ടാവില്ല. മനസ്സിലായില്ല? അവസാനിപ്പിക്കാം. രണ്ട് സ്ഥലത്തും കൂടെ അമ്നും ഉണ്ടാവില്ല, രണ്ട് സ്ഥലത്തും കൂടെ ഖൗഫും ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് ഭയം, ഒരു സ്ഥലത്ത് നിർഭയത്വം. അതിന് അബ്ദ് മുഖ്താർ. മുഖ്താർ പറഞ്ഞാൽ സ്വതന്ത്രൻ, ഓൻ തീരുമാനിക്കാം ഏതാ എവിടെ വേണ്ടത്. ഇവിടെ പേടിയില്ലേ, ഉറപ്പാണ് അവിടെ പേടിയുണ്ടാവും. പിന്നെ പേടി ഇല്ലാതെ കുറച്ച് ജീവിച്ചാൽ പിന്നെ അവസാനത്തിൽ വരുന്നത് തൗബ. അവിടെ പൊട്ടിയുടെ കാര്യം അത് കുറച്ച് വേവുണ്ടാവും ഉള്ളിൽ കുറച്ച് വേവും. അപ്പം അള്ളാഹു സ്വീകരിച്ചേക്കാം. റബ്ബുക്കും യുക്കഫിറാൻക്കും സിയാത്തിക്കും ചീത്തകളല്ല പുറത്ത് തന്നേക്കാം, മാപ്പ് ചെയ്തേക്കാം. ആ കരച്ചിലിന് കുറച്ചൊന്നും മതിയാവില്ല. കരഞ്ഞ് വീണ് മരിച്ചവരുണ്ടായിട്ടുണ്ട്, കരഞ്ഞ് മരിച്ചവരുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും. അല്ലാതെ ഇവിടെ ചിരിച്ച അങ്ങനെ പോയി മരിച്ചു. മരിക്കുമ്പോൾ 4 ആൾ വരെ കൂടില്ല. ഇപ്പം മരിക്കുന്നതിനൊക്കെ മറ്റേ ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്. ഒക്കെ മുസ്ലിമീങ്ങൾക്ക് വരാൻ പോകും, അടുത്ത് വരും ഇവൻറ്റ് മാനേജ്മെൻറ്റ്. അതായത് കാനഡയിലും അവിടെ ഇവിടെയൊക്കെയാണ് മക്കൾ. അവർ ഇവിടെ ആളെ മാനേജ്മെൻറ്റ്, അതിന് ടീമുണ്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ഒരാൾ മരിച്ചാൽ വേഗം കാനഡയിൽ നിന്ന് വിളിച്ചു പറയും. എത്രയോ നാടുകളിൽ അങ്ങനെ, കേരളത്തിൽ തന്നെ ഉണ്ട്, അവിടുന്ന് വിളിച്ചു പറയും. അപ്പോൾ എല്ലാത്തിനും ആളുണ്ടാവും. അതായത് മയ്യത്ത് സംസ്കരിക്കാനും അതും ഇതും, പിന്നെ വിരുന്നാൽ പിന്നെ മയ്യത്ത് കാണാമെന്ന പോലെ സൽക്കരിക്കാനൊക്കെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്. കരിയാനൊരു കൂട്ടർ ആണ്ട് കരഞ്ഞു കൊടുക്കും. കരിയാൻ ആള് ഏങ്ങി കരി. ഇത് ഇപ്പോൾ ആർട്ടിഫിഷ്യലായി കരയും. ഇവൻറ്റ് മാനേജ്മെൻറ്റ് നല്ല വന്ന് കരയും. കാരണം കുട്ടികൾ ഇവിടെ കരയാനില്ല, ഒരു കാനഡയിലാണ്. അപ്പം അവരിവിടെ ഇത് ലൈവായി ഇവർ കാണുന്നുണ്ട്. ഇവർ എത്ര കരഞ്ഞോ അത്രയും ഇവർക്ക് പൈസ കൊടുക്കും. കരച്ചിൽ കമ്മി ഉണ്ടെങ്കിൽ അവിടുന്ന് വിളിച്ചു പറയും ശരിയായിട്ടില്ല. നാടകീയമായി എന്തൊരു കാലം. സ്വന്തം തന്തം മരിച്ചിട്ടാണ് നാടകക്കാരെ കൊണ്ടൊന്ന് കരയിപ്പിക്കണ ഒരു കാലം. സ്വന്തം എടോ എന്താ അഭിമാനാടാ ആധുനികന്, എന്താ അഭിമാനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു സഹിക്കാൻ കഴിയാത്തൊരു കാര്യം. ഒരു ഇന്ത്യൻ പ്രസിഡന്റ് മരിച്ച സ്ഥലത്ത് അവരുടെ മകൾ ഒരു കാൽ മേലെ കയറ്റി ഇരിക്കുന്നത് പത്രത്തിൽ അച്ചടിച്ച് വന്നതുപോലെ ഞാൻ കണ്ട ഒരു വിഷമം പോലെ വേറെ സംഭവമില്ല. സഹിക്കാൻ എനിക്ക് ഇപ്പോഴും കഴിയും. ഒരു ഇന്ത്യൻ പ്രസിഡന്റ്, പേര് പറയില്ല, ഒരു ഇന്ത്യൻ പ്രസിഡന്റ് മരിച്ചു. പിറ്റേന്ന് മനോരമയിലോ മാതൃഭൂമിയിലോ ഏതോ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ അച്ചടിച്ചു വന്ന് ഞാൻ കണ്ടതാണ്. പ്രസിഡന്റ് മരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പത്രം നോക്കുമല്ലോ എന്താ നടന്നത് കാര്യം. അപ്പോൾ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് മരിച്ചു. ഡെഡ് ബോഡി കടത്തിയതിന് പരിസരത്ത് കസേരയിൽ ഇരുന്നിട്ട് ഒരു കാലും കയറ്റി വെച്ചിട്ട് ഇരിക്കുകയാണ് ഒരു മകള്. അപ്പം ഞാൻ പറയാം, എന്താണ് ഈ മനുഷ്യൻ്റെ ലാഭം? ആ മനുഷ്യൻ ലാഭമുണ്ട്. ആ ബോഡിയെ ബഹുമാനിക്കണമെന്ന് പോലും ആരും പഠിച്ചില്ല, സ്വന്തം മകൾ പഠിച്ചില്ല. എന്താണ് ഈ മനുഷ്യൻ ലാഭം? എന്താ ലാഭം? 2018 ജൂലൈ 11 എൻ്റെ വാപ്പ മരിച്ചു. ഇന്നലെ രാത്രി കരഞ്ഞേക്കണം. ഇന്നലെ രാത്രി ഞാൻ കരഞ്ഞിട്ടുണ്ട്. ലാഭമല്ലേ ആ മനുഷ്യൻ? ഇന്നലെ രാത്രി ഇന്നലെ രാത്രി 2018 ജൂലൈ 11 എൻ്റെ വാപ്പ മരിച്ചു. ഇന്നലെ രാത്രി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ വാപ്പാനോർത്ത് എൻ്റെ വാപ്പാക്ക് ഓർത്ത് കൊടുക്കണം. എന്തുകൊണ്ട്? അങ്ങനത്തെ മനുഷ്യനാണ് സത്യം. മനുഷ്യൻ വിജയിച്ചില്ലേ? ആ മനുഷ്യൻ വിജയിച്ചല്ലോ. നമ്മളെ കാര്യത്തിലൊരു പ്രശ്നം. എൻ്റെ വാപ്പ വിജയിച്ച് മരിച്ചതാണ്. എൻ്റെ ഉമ്മയും ഞാൻ ഇന്നലെ എൻ്റെ വാപ്പാനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ വാപ്പാക്ക് ഓർത്ത് കൊടുക്കണം. ഞാൻ മനസ്സറിഞ്ഞിട്ടല്ലാതെ ഞാൻ എൻ്റെ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല. പുറത്ത് കൊടുക്കണം എന്ന് പറയാതെ, ഞാൻ മനസ്സറിഞ്ഞ് പറയാതെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? എൻ്റെ വാപ്പ അങ്ങനെയാണ്, എനിക്കത് ഉറപ്പാണ്. എൻ്റെ വാപ്പ അങ്ങനെയാണ്. അവൻ്റെ വാപ്പ ജയിച്ചല്ലോ. ഈ മനുഷ്യനോ ഒന്നുമില്ല.
ഈ മനുഷ്യൻ അത്ര വലിയൊരു അറിവാളനോ ഒന്നല്ല, നാട്ടിലെ നല്ല മനുഷ്യനാണ്, അത്ര വലിയൊരു പണ്ഡിതനാണ് അല്ല, നാട്ടിലെ ആവശ്യമുള്ളൊരു മനുഷ്യനാണ്, ദീനിനോടൊക്കെ വലിയ മഹബത്തുള്ള ഒരു മനുഷ്യൻ, ആലിമ്യങ്ങളോടും ഒക്കെ നല്ല ബന്ധമുള്ളൊരു മനുഷ്യനാണ്. മരിച്ചു 2018 മരിച്ചു. ഇത് 2026 8ാമത്തെ കൊല്ലം. വാപ്പ വിജയിച്ചു. എന്തുകൊണ്ട് മനസ്സിലായില്ല? ഒരു നാടൻ മനുഷ്യൻ വിജയിച്ചു. കാനഡി വെച്ച് പഠിപ്പിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്, മകന് വിജയിച്ചല്ലോ. നാളത്തെ കാര്യം എന്തോ അല്ലാഹു നമുക്കൊക്കെ പുറത്തെടുത്തേ. പക്ഷെ പ്രത്യക്ഷത്തിൽ പറയാൻ എൻ്റെ വാപ്പ വിജയിച്ചില്ലേ. ബാക്കി ഞാൻ അള്ളാഹ് സ്വീകരിക്കണം, നമ്മൾ ദ്വാരന്നിട്ട് കാര്യമില്ല, അള്ളാഹ് സ്വീകരിക്കണം, അത് വേറെ. പക്ഷെ പ്രത്യക്ഷത്തിൽ ജയിച്ചല്ലോ. ഇതൊരു ഇന്ത്യൻ പ്രസിഡന്റ് മരിച്ചു. ആ പ്രസിഡന്റിന്റെ ഡെഡ് ബോഡിയുടെ തൊട്ടപ്പുറത്ത് ഒരു കസേരയിൽ ഒരു മകളിരിക്കുക, ഫാൻസാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഒരു കാലുമേൽ കയറ്റി വെച്ചിരിക്കുക. അത് എന്നെ ചിന്തിപ്പിച്ചതിന് കണക്കില്ല. ഈ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ്. ഈ പ്രസിഡന്റ്, ഈ ഇന്ത്യൻ പ്രസിഡന്റ് നല്ല മനുഷ്യനുമാണ്. പക്ഷേ നാട്ടിനെ നന്നാക്കുന്നതിൽ വിജയിച്ചു, സ്വന്തം കുടുംബത്തിൽ വിജയിച്ചു. ആളെ പേരൊന്നും ഞാൻ പറയില്ല, അത് പരാജയല്ലേ. എവിടെയും വിജയിച്ചില്ല. ഇപ്പൊ അവിടെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പുതിയ കാലത്താണ് എന്ത് ഇവന്റ് മാനേജ്മെന്റ്. മരിക്കണോട് ഏൽപ്പിക്കും, ഓരോന്നിനും ആൾ വരും, അത് ചെയ്യും. അവർക്ക് കരാർ കൊടുക്കും, 2 ലക്ഷം 3 ലക്ഷം. അച്ഛൻ്റെ ഡെഡ് ബോഡി നല്ല നിലക്ക് മറവ് ചെയ്യാൻ തന്നെ 2 ലക്ഷം 3 ലക്ഷം. അതിൽപ്പെട്ട കരച്ചിൽ കാര്യം ഒരേ കൂട്ടത്തിൽ വരും. കാര്യം ആണുങ്ങളും കുറയണം, പെണ്ണുങ്ങളും ഒരു ഭാഗത്ത് കാര്യം ഇവന്റ് മാനേജ്മെന്റ്. ഇനിയിപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ വരും, മലബാറിൽ വരും ഇവന്റ് മാനേജ്മെന്റ്. അപ്പം നമ്മൾ മൂല്യന്മാരെന്ത് പറയും? ഇന്നത്തെ കാലം അങ്ങനെയല്ലേ, കണക്കാക്കണ്ട. ആദ്യം വല്ല അമേരിക്കയിലൊക്കെ പോയോലെ മക്കളായിരിക്കും ഇങ്ങനെ ഏൽപ്പിക്കുക. പിന്നെ 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 എല്ലായിടത്തും വരും. അവസാനം മൂല്യം പേരിലും വരും. എന്ത് ഇവന്റ് മാനേജ്മെന്റ്. അപ്പം എന്ത് പറയും? ഇന്നത്തെ കാലം അങ്ങനെ ആയ സ്ഥലം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആക്കെ വരും, നിങ്ങൾ കണ്ടോളൂ. ഇവന്റ് മാനേജ്മെന്റ് മൊത്തത്തിൽ വരും. അപ്പോൾ എല്ലാം നാടകം, ഒക്കെ നാടകം, എല്ലാം നാടകം. അപ്പം അലിഫും ബാവും അറിയാത്ത മനുഷ്യന്മാർ ജയിച്ചത് എത്ര? അലിഫും ബാവും അറിയാത്ത മനുഷ്യന്മാർ ജയിച്ചു. അവർ മക്കളെ നിയന്ത്രിച്ചു പഠിച്ചു. അവർക്ക് അലിഫും ബാവും അറിയില്ല, പക്ഷെ മക്കളെ നിയന്ത്രിക്കുന്നത് വിജയിച്ചു. ഞങ്ങളൊരു വാപ്പാൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. മകൻ പുതിയ വാപ്പ മരിച്ചു, അല്ലാഹു ഗഫർലഹു. ആ വാപ്പ മരിച്ചു, അല്ലാഹു ഗഫർലഹു, അല്ലാഹു ഗഫർലഹു. ആ വാപ്പ മരിച്ചു. മകൻ പുതിയ ആപ്പിൾ ഇറങ്ങിയപ്പോൾ ആരോ പുറത്തുനിന്ന് പടക്കം പൊട്ടിച്ചു. മൂലയിൽ അൽ-ഫാത്തിഹ. മൂലയിൽ മകൻ പുതിയ ആപ്പിൾ ഇറങ്ങുകയാണ്. മക്കളൊക്കെ വലിയ മുതലാളിമാരുമാണ്, വലിയ പൈസക്കാരാണ്, ഗൾഫുകാരൊക്കെ പൈസക്കാരാണ്. അൽ-ഫാത്തിഹ എന്ന് പറഞ്ഞു. അൽ-ഫാത്തിഹ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഗേറ്റിന് പുറത്തുള്ള റോട്ട് പക്കത്ത് നിന്നിരുന്ന കുറച്ച് ചെക്കന്മാർ എന്ത് ചെയ്തു? പടക്കട പൊട്ടിച്ചു. അതിൻ്റെ മൂപ്പര് അകത്ത് വെച്ച് പാമ്പിനെ തല്ലാൻ വെക്കണ ചൂരലെടുത്ത് വന്നു. ആർക്കട? എൻ്റെ പേരൻ്റെ മുന്നിൽ പടക്കം പൊട്ടിക്കൊണ്ട് വെച്ചു. ആർക്കട പടക്കം പൊട്ടി? ഓൻ്റെ ചങ്ങായിമാരെ പടക്കം പൊട്ടിച്ച്. അവൻ്റെ കൂടെ പുതിയാപ്പട പോകേണ്ടവരാണ് ഇത് ചെയ്തത്. വാപ്പാൻ്റെ കയ്യിൽ നിന്ന് പൊരുത്തം വാങ്ങാൻ വേണ്ടി വന്നിട്ട് വാപ്പ പൊരുത്തം കൊടുത്തില്ല, പോടെ പണി നോക്കിയിട്ട്. പുതിയാപ്പള പോയി നിക്കായ കഴിഞ്ഞ് എല്ലാവരും മദ്യം പറഞ്ഞ് പുതിയാപ്പള പറഞ്ഞാൽ ചോദിച്ചു. ഇപ്പം തൻ്റെ ഇപ്പം മാറൂല. ഇയാളാകട്ടെ കൂലിപ്പണിക്കാരനായിരുന്നു, മക്കളൊക്കെ പോയ പൈസക്കാരുമാണ്. പുതിയാപ്പള നിക്കായന് പോയി തിരിച്ചും പള്ളിയിൽ വന്നിരുന്നിട്ട് പള്ളിയിലെ മൂല്യരെ പറഞ്ഞയച്ചു. നിങ്ങളൊന്ന് വാപ്പാനെ പറഞ്ഞ ലെവലാക്കി. മൂല്യർ വന്ന് വാപ്പാനെ ചെറുപ്പിച്ച് വർത്താനം പറഞ്ഞ് അവസാനം മദ്യം പറഞ്ഞ് എന്നിട്ടാണ് പുതിയാപ്പള അകത്ത് കയറ്റി. ഇയാൾക്ക് കൂലിപ്പണിക്കാരനായിരുന്നു ഇയാൾ. പക്ഷെ എന്തുണ്ട് മക്കളെ മേലെ, എന്തുണ്ട് നിയന്ത്രണത്തിൽ വിജയിച്ചു. നമ്മൾക്ക് പൈസ ഉണ്ടായിട്ട് എന്താണ് കാര്യം? നല്ല മന്തിയും കുന്തിയൊക്കെ കുട്ടിയൊക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം? അതെന്താ കാര്യം? നമ്മളെ സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ നമുക്ക് കയ്യിലെങ്കിൽ നമുക്ക് എന്ത് മന്തി ഉണ്ടായിട്ട് എന്താ കാര്യം? മന്തി ഇപ്പം എല്ലാ പേരിലുണ്ട്. മന്തി കുണ്ടി ഒരു സാധനം കമ്മിയില്ല, ഒക്കെ എന്താ പണ്ട് പൊരിച്ചവും കരിച്ചവും ഒക്കെ ഉണ്ട്. പറഞ്ഞാൽ പാപ്പ പറ്റിയത് പറഞ്ഞാൽ കേൾക്കും, പറ്റാത്ത പറഞ്ഞാൽ കേൾക്കില്ല. ബാപ്പാക്കും വിദ്യാഭ്യാസമുണ്ട്, മക്കൾക്കും വിദ്യാഭ്യാസമുണ്ട്. പണ്ട് ബാപ്പാക്കും വിദ്യാഭ്യാസമില്ല, പറ മക്കൾക്കും വിദ്യാഭ്യാസമല്ല, പക്ഷെ എന്തുണ്ട് പറഞ്ഞാ കേൾക്കും. അപ്പോൾ ആ വിദ്യാഭ്യാസമില്ലാത്ത ജനത ജയിച്ചു. ഈ വിദ്യാഭ്യാസം 100 ശമ്പളം വാങ്ങണം, നമ്മൾ തോറ്റു. സ്വന്തം മക്കളെ നമ്മൾ ഉദ്ദേശിച്ചിടത്തേക്ക് കെട്ടിക്കാൻ നമുക്ക് കഴിയില്ല.
നമ്മൾ പറഞ്ഞ നിക്കാഹ് പോലും സമ്മതിക്കൂല, നമ്മൾ പറഞ്ഞോടത്ത് നിൽക്കൂല, നമ്മൾ പറഞ്ഞ വസ്ത്രം അണിയൂല, നമ്മൾ പറഞ്ഞ നിയന്ത്രണം ഒരു എടുക്കൂല. അതന്നെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പരാജയം വളരെ ദുരന്തപൂർണമായ പരാജയത്തിലേക്ക് ആധുനിക മുസ്ലിമീങ്ങൾ വീണു പോകുക. എന്ന കാര്യം യൂറോപ്പിന് ഇത്തിബാ ചെയ്തതാണ്. ഹബീബായ റസൂലുള്ളാഹി യൂറോപ്യന്മാർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും കയറും. അങ്ങനത്തെ ഒരു കാലം വരും. അപ്പോൾ ഇതൊക്കെ നബി എന്തിനാ പറയണത്? അപ്പൊ നിങ്ങൾക്ക് എന്ത് പോയിട്ടുണ്ടാവും? ദീന് നിസ്കാരങ്ങൾ പോക്കുണ്ടാവും. പക്ഷെ നിങ്ങൾ യൂറോപ്യൻ അനുസരിച്ചായിരിക്കും ജീവിക്കുക. അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളും കയറും. അങ്ങനത്തെ ഒരു കാലം വരും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പേടിച്ചോളി. ഇതന്നെ കാലം. ആ യൂറോപ്പിനെ നിലക്ക് നിർത്താൻ വരുന്ന ആളാണ് ഇമാം മഹ്ദി. അന്ന് മുസ്ലിമുകൾ യൂറോപ്പിന് അടിമകളായിരിക്കും. മഹ്ദി വരും. മഹ്ദി വരാനായിട്ടുണ്ട്. മഹ്ദി യൂറോപ്പിനെ നിയന്ത്രിക്കുക. മുസ്ലിമീങ്ങളെ തലവിട്ടു. ആദ്യം തലവിട്ട പണ്ഡിതന്മാരെയാണ്. എന്നുണ്ട്. ആഖിർ സമാനിലെ ആലിമീങ്ങൾ മഹ്ദിക്ക് വഴിപ്പെടുന്നത് മഹ്ദിയുടെ കയ്യിൽ ഊരിപ്പിടിച്ച വാൾ കാണുന്നത് കൊണ്ട് മാത്രമായിരിക്കും. ഇമാമാനാവി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വാക്ക്. ആ കാലത്തെ ആലിമീങ്ങൾ വഴിപ്പെടുകയില്ല മഹ്ദിക്ക്. ഊരിപ്പിടിച്ച വാള് ആ മനുഷ്യന്റെ കയ്യിൽ കണ്ടാലല്ലാതെ ആർക്കും വഴിപ്പെടൂല. പറയുടെ കുട്ടി ആർക്കും വഴിപ്പെടൂല. മഹ്ദി മൗലവി വഴിപ്പെടൂല. ആലിമീങ്ങൾ വഴിപ്പെടൂല. എന്ത്? ആലിമീങ്ങൾ സുഖത്തിൽ വീണിട്ടുണ്ടാവും. ആരുടെ സുഖം? യൂറോപ്പിന്റെ സുഖം. നിങ്ങളിപ്പോ പറയുന്നില്ല മഹ്ദി വരും, മഹ്ദി സുഖം ഉണ്ടാവും. ഇതിന്റെ അപ്പുറം ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇതിന്റെ അപ്പുറം ഉണ്ട്. മഹ്ദിയെ സ്വീകരിക്കുന്നതിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളായിരിക്കും. യാതൊരു സംശയം വേണ്ട. മഹ്ദിയെ സ്വീകരിക്കുന്ന നല്ലൊരു ശതമാനം മുസ്ലിങ്ങളായിരിക്കും. കാരണം അവർക്കിതൊന്നും കിട്ടിയിട്ടില്ല. അവർ ആലിമീങ്ങളിൽ നിന്ന് സ്ഥലം പിടിച്ചിട്ടുമില്ല. അവർ പൂട്ടാത്ത പറമ്പ. പൂട്ടിയാൽ നല്ല വെള്ളം ഉണ്ടാവും. നമ്മൾ വളട്ട് നാശാക്കി. അതിൻ്റെ കൂടെ ഞാൻ അപ്പം നല്ല രാത്രി ഞാനും എൻ്റെ ഭാര്യയും മക്കളും നമ്മൾ ചെറിയ തർക്കമുണ്ടായി. ഇവനുണ്ട്. എന്താ തർക്കം? അടുത്ത കൊല്ലം നെല്ലുണ്ടാക്കണ്ടാറും ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു എന്തേലും കുറച്ച് നെല്ലെങ്കിലും കിട്ടുമല്ലോ. വേണ്ടാറും. എന്തേ? കാലിമേയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കാലിമേഞ്ഞോട്ടെ, ഒരു കൊല്ലം കാലിമേഞ്ഞോട്ടെ. കാലിമേഞ്ഞാൽ ചാണകം ഉണ്ടാവുമല്ലോ. അങ്ങനെ നടന്നോട്ടെ. എന്തേ? അതങ്ങനെയാണ്. നമുക്ക് വെള്ളം നോക്കാം. എനിക്ക് നേരം കിട്ടില്ല. അപ്പോൾ ഞാൻ വേറെ ഏൽപ്പിക്കും. അവർ ഭൂമി നശിപ്പിക്കണ വളം കൊണ്ടിടും. ഞാൻ ഭൂമി അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു കൊല്ലെങ്കിലും വെറുതെ ഇറക്കണം. ഞാനുണ്ട് പെങ്ങന്മാർ രണ്ടാളും. ഇവനടക്കം എൻ്റെ മകൻ ഇവനടക്കമുണ്ട്. ഇന്നലെ വൈകുന്നേരം നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ചെറിയൊരു തർക്കം വരിയിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അടുത്ത കൊല്ലം വെള്ളമുണ്ട്, അവിടെ കിടക്കട്ടെ ഭൂമി. അപ്പോൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു കാലിമേയും. ഞാൻ പറഞ്ഞു കാലിമേഞ്ഞോട്ടെ. കാലിമേഞ്ഞാൽ ചാണകം ഉണ്ടാവില്ല ഭൂമിയിൽ. ഇത് ഞാൻ ഒന്നിരിക്കണം. ഞാൻ അവിടെ നിൽക്കണം. ഞാൻ അവിടെ നിന്നാൽ വെള്ളം നോക്കിയാൽ ക്ലിയർ. എന്നാൽ കൃഷിയും ക്ലിയർ ആവും. ഇനി വേറെ ആളെ ഏൽപ്പിക്കാം. അവർ വേറെ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക? അവർ ഭൂമി നശിപ്പിക്കണ പോലാണ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. നമ്മൾ സമുദായത്തെ നശിപ്പിക്കണ വളട്ട് കഴിഞ്ഞു. പൂട്ടാത്ത പറമ്പുണ്ട് നാട്ടിൽ. അത് മഹ്ദി വന്നാൽ പൂട്ടും. അപ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ ഇനി അടുത്ത് എനിക്കെതിരെ പറയാൻ പോവുകയാണ്. ഹിന്ദുക്കൾ നല്ല ശതമാനം മഹ്ദി മാമൻ്റെ കൂടെ ഉണ്ടാവുന്ന നേരത്തെ പ്രസ്താവന ഞാൻ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പിൻവലിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അന്തം കുറവായതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുകയാണ്. പലതും അങ്ങനെയാണ്. പലതും ജനങ്ങളോട് പറഞ്ഞു കാര്യം ജനങ്ങൾക്ക് അന്തം കുറവാണ്. ഐഷബിയുടെ വിവാഹപ്രായം വരെ ഞാൻ നിർത്തി. നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഒന്ന് തൽക്കാലം ഒരു ആവിടാൻ വേണ്ടി നിർത്തിയിട്ട് ഞാൻ എൻ്റെ പിന്നെ പറയും. എന്തുകൊണ്ട് എൻ്റെ അടക്കിൽ ലോഡ് കണക്കിന് തെളിവ് ഇനിയും കിടക്കുക. പിന്നെ എൻ്റെ ഒന്നും ഉണ്ടാക്കുക. കാരണം ഇവർക്ക് അന്തല്ല. മെല്ലെ മെല്ലെ അന്തത്തിൽ കൊണ്ടുവരണം. അപ്പം നമ്മൾ കുറേ തല്ല് കിട്ടും. ആയിക്കോട്ടെ. ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ ദീൻ നഷ്ടപ്പെട്ടു എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഈ കാണുന്ന ഈ നിയന്ത്രണമില്ലാത്ത പെണ്ണും ആണുള്ള ഈ നിയന്ത്രണമില്ലാത്ത കളിയാണ്.
റമളാൻ മാസം പോലും നശിപ്പിച്ചു. ആഖിർ സമാനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. യൂറോപ്യന്മാർ വരെ ലോകാവസാനത്തെ ജയിച്ചടക്കാൻ വേണ്ടിയുള്ള ബങ്കുകൾ ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അവർക്ക് ഉറപ്പായിപ്പോയി. ഒരു ദിവസം വയൽ പറയാൻ കഴിയും എനിക്ക് ഈ വിഷയത്തിൽ. അമേരിക്കയിലുണ്ട്, ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ എന്തുണ്ട് ബങ്കുകൾ ഭൂമിൻ്റെ അടിയിൽ. എന്തിന്? ലോകാവസാനം വന്നാൽ ഇറങ്ങിയിരിക്കാൻ. അവർ വിട്ടികളാണ്. കാരണം ലോകാവസാനം വന്നു കഴിഞ്ഞാൽ ബങ്ക് ഇറങ്ങി ബങ്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഭൂമിൻ്റെ അടിയിൽ ബങ്ക് ഉണ്ടാക്കി കൊടുക്കും ലോകാവസാനം വന്നാൽ. ഇപ്പോൾ തന്നെ അവർ മാസത്തിൽ ഒരാഴ്ച 2 ദിവസം പോയിട്ട് ഈ ബങ്കിൽ ഒരു റിഹേഴ്സലിന് വേണ്ടി പറക്കും. അങ്ങനത്തെ ബങ്കുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളൊരു അന്തംഗമ്യള ഉണ്ട്. ലോകാവസാനത്തിൽ ഇറങ്ങിയിരിക്കാൻ പറ്റിയ ബങ്കുകൾ അമേരിക്കയിലുണ്ട്. മില്യോണർമാരുണ്ടാക്കിയിട്ടുണ്ട്. അവരവിടെ, അതായത് ലോകാവസാനം വന്നാൽ അവർ നേരെ ഇറങ്ങും. അതിലെ എന്തുണ്ട്? കറണ്ട് സപ്ലൈ എല്ലാം ഉണ്ട്, AC എല്ലാ സൗകര്യമുണ്ട്. അത് ലോകാവസാനം ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ബങ്ക് കണ്ടിറങ്ങും. അപ്പൊ ഇവര് വിചാരിക്കും ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ മേലുള്ളവരൊക്കെ മരിച്ചു എന്നായിരിക്കും. ഖാഫിദത്തുർ റാഫിയ അടിമയിൽ മറിക്കണല്ലേ ലോകാവസാനം. എന്നാലും തയ്യാറെടുത്തു. ഒരിക്കൽ ഈ നൂറ്റാണ്ടിൽ ലോകാവസാനം സംഭവിക്കുന്ന ഉറപ്പാണ്. എല്ലാ പുതിയ ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ പറയല്ലേ. ഇപ്പൊ ലാസ്റ്റ് ഡേയുടെ ഒരു ക്ലോക്ക് ഉണ്ട്, ന്യൂയോർക്കിലെ മറ്റൊരു ക്ലോക്ക് ഉണ്ട്. അതെ, ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് ലാസ്റ്റ് ഡേ അറിയിക്കുന്ന, ലോകാവസാനം അറിയിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. യൂറോപ്യന്മാരറിയില്ല, അമേരിക്കയിലുണ്ട്. അപ്പൊ അവർക്ക് ഉറപ്പാണ് എന്ത് ഇത് തിരിയാത്ത നമ്മൾ ഈ നിസ്കാരക്കാർക്ക് മാത്രമാണ്. നമ്മൾ നിസ്കാരം തറാവിയും തരിക്കഞ്ഞിയും അങ്ങനെ കുടിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ടുക എന്നത് ലോകാവസാനത്തിൻ്റെ അടയാളം. നായ്ക്കുട്ടിയെ വളർത്തലാണ് സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ നല്ലത്. കാരണം കുട്ടിയുടെ നിയന്ത്രണം അപ്പൻ്റെ മേലില്ല. ഇതൊക്കെയാണ് അർത്ഥം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ വിഷയത്തിൽ 2 പ്രഭാഷണം നടത്തിയത്. ശ്രദ്ധിച്ചോളി, സൂക്ഷിച്ചോളി. പിന്നെ സൈനു നേരത്തെ ചോദിച്ചതുപോലെ മക്കളെ നിയന്ത്രണം നമ്മളെ കയ്യിലില്ലാത്തൊരവസ്ഥയും വരാം. അവിടെ നമ്മൾ ഹൃദയം കൊണ്ട് വെറുക്കില്ലാതെ നിർവാഹമില്ല. ഇതൊക്കെ ഇനിയും അപകടത്തിലേക്ക് ചാടും. കാരണം യൂറോപ്യൻ വിദ്യാഭ്യാസമാണ് ഈ കോലത്തിൽ നമ്മളെ കുട്ടികളെ നശിപ്പിച്ച അടിസ്ഥാന കാര്യം. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബന അലൈക ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس. صدق الله العظيم. മുഅ്മിനീങ്ങളെ, ദാറുൽ ഖുർആനിലേക്ക് ദാനം ചെയ്യണം. കുട്ടികളെ ഏറ്റെടുക്കാറുണ്ട് റമളാൻ മാസത്തിൽ ആളുകൾ. ഒരു കൊല്ലം കൊണ്ട് അതിന് പൈസ കൊടുത്താൽ മതി. ഒരു കുട്ടിയെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ 50,000 രൂപയാണ്. ദാറുൽ ഖുർആനിലെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഒരു കൊല്ലത്തെ ആവശ്യമായ എല്ലാ ചെലവുകളും ചെയ്യുക എന്ന നിയത്ത് ചെയ്ത് 50,000 രൂപയ്ക്ക് എന്നാൽ പൂർണ്ണമായും ഒരു കുട്ടിയെ ഏറ്റെടുക്കാം. ഭാഗികമായി ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു 15,000 രൂപ ഏത് സാധാരണക്കാരനും ചെയ്യാവുന്നതാണ്. കൊല്ലത്തിൽ 15,000 രൂപ ദാറുൽ ഖുർആനിലേക്ക്. മറ്റ് റിസീവർമാരും ഒന്നുമില്ല. നിങ്ങൾ ഈ ദാറുൽ ഖുർആന്റെ പ്രഭാഷണം കേൾക്കുന്ന ആളുകളാണ് അതിൻ്റെ സഹായികൾ. അല്ലാഹു തആല നമുക്ക് ഖൈറിൻ്റെ വാതിൽ തുറന്നിരട്ടെ. അല്ലാതെയും ഒക്കെ ദാറുൽ ഖുർആനിലെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കുട്ടികളെ ഏറ്റെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഒരു കുട്ടിയെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ 50,000 രൂപയാണ്, ഭാഗികമായി ഏറ്റെടുക്കാൻ 15,000 രൂപയാണ്. നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് ദാറുൽ ഖുർആനെ കൂടെ നിൽക്കണം. ഇതൊക്കെ അവിടെ പഠിപ്പിക്കല്ലാതെ നിർവാഹമില്ല. ദീൻ പഠിപ്പിക്കുക. ഈ പ്രഭാഷണങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സത്യത്തിൽ ഈ കുട്ടികൾ തന്നെയാണ്. എന്തെങ്കിലും ഒന്ന് നന്നായി കിട്ടിയാൽ നമ്മൾ ജയിക്കും. അല്ലാഹു നന്നാക്കി തരട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്.